നിക്കടാ അവിടെ. നീ ഒന്നും കഴിക്കാണ്ടാണോ പോകുന്നത്? വന്ന് കഴിച്ചിട്ട് പോയേച്ചാ മതി. എനിക്ക് ലേറ്റ് ആയി മമ്മി, ഞാൻ പോവാ. എന്നാ ഞാൻ കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് നിന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുട്ടികളാ. എന്റെ പൊന്നു മമ്മി, അതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാ മതിയോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് ഈ കല്യാണത്തിനോടൊന്നും ഒരു താല്പര്യം ഇല്ലെന്ന്. ദേ ചെക്ക, നിന്റെ കൂടെ നടന്ന ആ ചാണ്ടിമോന്റെ കല്യാണം അടുത്ത ആഴ്ച. നിനക്ക് 20 വയസ്സ് 1-2 അല്ല, 28 വയസ്സായി. അവൻ കെട്ടുന്നതിന് ഞാൻ എന്നെ വേണം. മമ്മിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇറങ്ങുവാ. നീ ഇപ്പൊ പൊയ്ക്കോ, ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം. ഹലോ മമ്മി, അവനോട് സംസാരിച്ചായിരുന്നോ? ഞാൻ എത്ര പറഞ്ഞിട്ട് അവൻ നന്നാവൂന്ന് തോന്നുന്നില്ല. മമ്മി വിഷമിക്കണ്ട, ഏതായാലും നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് വരില്ലേ, അപ്പൊ നമുക്ക് നോക്കാം. ശരിയാ, അവൻ എന്നാ തരികട ഒപ്പിച്ചാൽ ഈ വർഷം ഞാൻ അവനെ കെട്ടിച്ചിട്ടേ അടങ്ങും. സർ, യുവർ കോഫി. താങ്ക് യു റുക്കു. താൻ ആ ഫയൽസ് ചെക്ക് ചെയ്തായിരുന്നോ? യെസ് സർ, ആ ഫയൽ റെഡിയാണ്. സാർ ഇങ്ങനെ സൈനും കൂടി ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വീക്ക് താൻ നാട്ടിലേക്ക് പോകുന്നില്ലേ? യെസ് സർ, പോണെന്നുണ്ട്. എന്നാ താൻ നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ കൂടെ വന്നോളൂ. ഓക്കെ സർ. ദൈവമേ, അമ്മ ഉറങ്ങി കാണണേ. പുണ്യാളൻ എത്തിയോ? ഇന്നും കുടിച്ചിട്ടായിരിക്കുമല്ലോ. കുറച്ച്. അപ്പനൊന്ന് വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. നിന്നെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ നീ ഇങ്ങനെ ജീവിതകാലം മൊത്തം നടക്കും. മമ്മിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ? ഇല്ല, നീ കെട്ടുന്നിടം വരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും. ആഹാ, മോളും ഉണ്ടല്ലോ. ആന്റി JK സാർ പറഞ്ഞു ഒരുമിച്ച് പോവാന്ന്. മോളെ, നീ എപ്പോഴും ഇവന്റെ കൂടെ അല്ലേ? നിനക്കെങ്കിലും ഇവനോടൊന്ന് പറഞ്ഞൂടെ ഒരു പെണ്ണ് കെട്ടാൻ? മമ്മി ഒന്ന് നിർത്ത്, ലേറ്റ് ആവുന്നു. വാ പോവാം. കൊറേ വർഷം കഴിഞ്ഞിട്ടാ നാട്ടിലേക്ക് പോണ. എല്ലാരും കാണാൻ കൊതിയാവണം. എന്റെ ഹോബാന്റെ എത്തിയില്ലോ. നീ ആകെ ഒന്ന് മെലിഞ്ഞു പോയല്ലോ എന്റെ സ്വർഗ കൊച്ചെ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല, അത് ആന്റിക്ക് തോന്നിയാ. നമ്മള് ഇവിടെയൊക്കെ ഉണ്ടേ. ഞാൻ നിന്നെ കണ്ടടാ ചാണ്ടി മോനെ. അല്ല, ഹോപ്പ് എന്ത് ചെയ്യാ? അവൻ വന്നില്ലേ? അവനെന്തോ മീറ്റിംഗ് ഉണ്ട് അത്ര, 2 ദിവസത്തിനുള്ളിൽ വരും. എടി സിനിയെ, ഹോബ നിന്നെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് പ്രായം കുറഞ്ഞു വരുവാണല്ലോടി. എന്തിയേ, കുര്യാച്ചൻ വന്നില്ലേ? ഇല്ലടി, ഇച്ചായൻ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ലണ്ടനില. കല്യാണത്തിന്റെ തലേദിവസം വരും. എടാ മോനെ ജോയലെ, നീ അങ്ങ് വളർന്നല്ലോ. അല്ല റുക്കു, നിനക്ക് കല്യാണം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ലേ? അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ചാണ്ടി, നമുക്ക് JK കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? അതിനെന്താ, പോവല്ലോ പൂച്ചക്കുഞ്ഞ്. നമുക്ക് ഈവനിങ് പോവാം. എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. സ്വന്തം ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിട്ട് ഇപ്പോഴാണോ നീ വരുന്നേ? ഇച്ചിരി വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? സ്വന്തം ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് വരാൻ നീ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു? അതൊക്കെ വിട്, ഞാൻ ഇപ്പൊ വന്നില്ലേ. ഹായ് ടിയ. ഹായ് റുക്കു, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഐ മിസ്ഡ് യുടാ. ഐ മിസ്ഡ് യു ടു ടിയ. എങ്ങനെയുണ്ട് കാനഡയിലെ ജീവിതം? അതൊക്കെ അങ്ങനെ പോകുന്നു, വർക്ക് പ്രഷർ. എന്റെ ടേബിൾ എത്തിയോ? നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആന്റി, ഇന്ന് നിങ്ങളുടെ മോളുടെ എൻഗേജ്മെന്റ് തന്നെയാണോ? പെണ്ണ് മാറിപ്പോണ്ട് നോക്കണേ. ഒന്ന് നിർത്തടി പെണ്ണ്.
ഹോബ, നിനക്ക് ഇതാരെന്ന് മനസ്സിലായില്ല? ഇത് നമ്മുടെ മിനിന്റെ മൂത്ത മോളാ. ആ, ടേയ മോള്. നിന്നെ കണ്ടപ്പോ മനസ്സിലായില്ലല്ലോ. കുഞ്ഞു കൊച്ചായിരുന്നപ്പോ ഞാൻ നിന്നെ എടുത്തോണ്ട് നടന്നു. ടേയ, ഇത് നിന്റെ മമ്മീന്റെ ഫ്രണ്ട് ഹോബാൻഡിയാ. ഹായ് ആന്റി. അമ്മ അച്ഛനും ഒക്കെ എന്തിയേ? അവരപ്പുറത്തുണ്ട് ആന്റി. ടേയ, ജീനേച്ചിയൊക്കെ എപ്പോ വരും? അവര് കുറച്ച് കഴിയുമ്പോ എത്തും. ഒരു ഓൺ ദ വേയാ. I'll send that mail, correct it, okay? Oh, hi cutie. Okay, sorry. Hi Eva. എന്നെയോ? എവിടെ? കൊച്ചിവിടെ പോയി. ഇവ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കില്ലെന്ന്? ആ കുട്ടി എന്തിനാ അവളെ മമ്മാന്ന് വിളിച്ചേ? മിസ്റ്റർ ജോയൽ കുര്യൻ ഭയങ്കര ആലോചനയിലാണല്ലോ. ആ കുട്ടി ആരായിരിക്കുന്നായിരിക്കും അല്ലേ? ആ കുട്ടി ടേയന്റെ സ്വന്തം മോളാ. അപ്പൊ ആ കുട്ടീന്റെ അച്ഛൻ? ആ കാര്യം ടേയ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടും എവിടെയായിരുന്നു? അവിടെ ആന്റി അന്വേഷിക്കുന്നുണ്ട്. വന്നേക്കാം, നിങ്ങൾ രണ്ടും വെക്കോ. വാട്ട് ഇഫ് ദ ചൈൽഡ് ഈസ് നോ വീണ്ടും ഓൾഡ് ട്രാപ്പിൽ വീട്ടിലെത്തിച്ചേക്ക്. അത് പിന്നെ ആങ്ങളൊന്നും അല്ല, അത് നിനക്ക് തോന്നിയതായിരിക്കും. ലിസ എന്തിയെ? ചേച്ചി രാവിലെ കലിപ്പിലാണല്ലോ. ഇവളെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? ലിസ, ഞാൻ നിന്നോട് അവളെ നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയെ, പിന്നെ നീ അവിടെ പോയി വരുന്നു? ചോദിക്കണ്ടായിരുന്നു. ചേച്ചി കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ അവളെ നോക്കിക്കോളാം. ജയിക്ക് ഭയങ്കര ആലോചനയിലാണല്ലോ, എന്ത് പറ്റി? അത് ഞാൻ ചെറുതായിട്ടൊരു തീ കൊളുത്തിയതാ. ആളി കത്തിയാ മതിയായിരുന്നു. ആ, ജീനേച്ചിയോ? ഇവ നിക്കിനോട് അപ്പുറത്ത് കളിക്കാൻ മോനെ. ചെറിയ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവനെ ചേച്ചിന്ന് വിളിക്കണം. ഹലോ ഗൈസ്, ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓ, തനിക്ക് കണ്ണ് കണ്ടുപിടിയോ? ക്യാമറ ഇവിടെ ഇറങ്ങിക്കോളും. അതിന് ഞാൻ പുറകോട്ടല്ലേ നടന്നത്, നിങ്ങളല്ലേ ബ്രേക്കിൽ അത് സ്കൂട്ടർ പോലെ വന്ന് ഇടിച്ചേ. ആ, ഇപ്പൊ തെറ്റെന്റെയോ? ക്യാമറയും പിടിച്ച് നടന്ന വലിയ സ്റ്റൈലാണോ നിന്റെ വിചാരം? സ്റ്റൈലല്ല, പ്രൊഫഷൻ. ഞാനൊരു ബ്ലോഗറാണ്. ഓ, വലിയ വ്ളോഗർ വന്നേക്കുന്നു. ക്യാമറ കിട്ടിയ ഉടനെ എല്ലാവരുടെ വിചാരം അവര് ലോക പ്രശസ്ത വ്ളോഗറാണ്. എന്റെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞ നീ എന്നാ ചെയ്യും? നീയോ? അതെ, നീ ഇനിയും പറയും. നീ എന്നാ ചെയ്യും? എനിക്കിപ്പൊ നിന്നോട് വഴക്കുണ്ടാക്കി ടൈം വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. അങ്ങ് മാറി നിക്ക് പെണ്ണേ. തന്റെ പറച്ചിലേട്ടാ ഞാനാ വഴക്കിന് വന്നത് തോന്നും. താനല്ലേ എന്നോട് വഴക്കിന് വന്നേ? ഓ, എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഫെലിക്സ്, നീ എപ്പോ എത്തിടാ? ഓ, ചേച്ചി വന്നത് നന്നായി. ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഏതാ ചേച്ചി? മാങ്ങാണ്ടി മോറൻ. മാങ്ങാണ്ടി മോറനോ? നീ പൊടി കുരുട്ടെടുക്കേ. നീ മോടാ മാക്രിത്തലയാ. നിർത്തിക്കേ ലിസ, നീ അവർക്കൊക്കെ പോയി ജ്യൂസ് കുടിക്കേ. ഫെലിക്സ്, നീ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം നീ ടേയോട് സംസാരിച്ചായിരുന്നോ? എത്ര പറഞ്ഞിട്ടോ അവള് സമ്മതിക്കണില്ല. പിന്നെ ഞങ്ങൾക്കും പറഞ്ഞു മടുത്തു. അവിടുത്തെ സിറ്റുവേഷനും അത് തന്നെയാണ്. ആന്റി വിളിച്ചായിരുന്നോ? ആ മോളെ, മിനിയെ, ഇത് ജോയലിന്റെ സെക്രട്ടറി കൊച്ച. ഹായ് മോളെ. ഹായ് ആന്റി. എന്നാ ഞാൻ അങ്ങോട്ട് പോകട്ടെ, സാറ് വിളിക്കുന്നുണ്ട്. എടിയേ, ഈ കുട്ടിയെ കാണാനും സുന്ദരിയല്ലേ? ജോയലിന് ചേരൂല്ലേ? ശരിയാ, ഞാൻ അവനോട് ഈ കൊച്ചിനെങ്കിലും ഇഷ്ടമാണോന്നൊന്ന് ചോദിച്ചു നോക്കാം.
കണ്ടു. പക്ഷെ മമ്മി എന്നെ വാക്ക് പറഞ്ഞു. ശരിക്കും അമ്മ എനിക്ക് അങ്കിളിനെ ഒന്ന് കാണിച്ചു തന്നേ. അതേ ആ അങ്കിളാ. ആഹാ, നീ എപ്പോ എത്തി? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. പിന്നെ അങ്കിളെ ഇതാ എന്റെ ഗേൾഫ്രണ്ട് ഇവ. ഗേൾ ഫ്രണ്ടോ? ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നാ മക്കളിപ്പോ പോയി കളിച്ചോട്ടോ. ഹായ് വാ, എന്റെ പേര് എങ്ങനെ മനസ്സിലായി നോക്ക്? ആണോ? എന്നായി ചോക്ലേറ്റ് കഴിച്ചോട്ടോ. ഇവ നീ എന്തിനാ ഈ ചോക്ലേറ്റ് മേടിച്ചേ? ഓ ഇതാ തന്നെ ചോക്ലേറ്റ്. എന്റെ കൊച്ചു ഈ ചോക്ലേറ്റ് നിന്നല്ല ജീവിക്കുന്നത്. നിർത്തടി, ഒരു ചോക്ലേറ്റ് കൊടുത്താണോ അത്ര തെറ്റ്? നീ ആരാ എന്റെ മോൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ? ഇവ മോളെ പോയി കളിച്ചോട്ടോ. ഡോ ഞാൻ തന്നോടാ ചോദിച്ചേ. നിർത്തടി, അവള് നിന്റെ മോളാണെങ്കി അവളുടെ തന്ത ആരാ? അത് തനിക്കെന്തിനാ? ഏതായാലും അത് താനല്ല. ഓ, നീ ഒരു സ്ലേർട്ടാന്നുള്ളൊരു കാര്യം ഞാനങ്ങ് മറന്നു. നിർത്തടോ, താൻ എന്താ വിചാരിച്ചേ? ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിയാതെ വന്ന അവളുടെ സ്വഭാവത്തെ ആദ്യം കുറ്റം പറയുക അല്ലേ? പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കണം മിസ്റ്റർ ജോയൽ കുര്യൻ, ഇന്ന് എനിക്കുമേ നീ എറിഞ്ഞ ഈ വാക്കുകൾ ഒരു നാൾ നിന്റെ മനസാക്ഷി തന്നെ നിന്നോട് തിരിച്ചു ചോദിക്കും. മനസാക്ഷിയോ? ആ വാക്ക് നിന്റെ വായിന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരാളുടെ മനസ്സ് തകർക്കുമ്പം ഈ മനസാക്ഷി എവിടെ പോയിരുന്നു മിസ് ടേയ? മനസാക്ഷിയോ ഉണ്ടായിരുന്നു ചേക്കെ. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ നിന്നോട് മിണ്ടാണ്ടിരുന്നത്. ആര് നിക്കണം, എനിക്ക് പോണം. എടാ മോനെ ചണ്ടി, ഹൂപ്പ് എത്തി. എന്താടാ ഇത്ര ലേറ്റായേ? ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ആ പന്നിയുള്ള വർക്കൊക്കെ എനിക്ക് തന്നിട്ടാ പോയെ. അത് ഞാൻ വേറെ സ്റ്റാഫിന് തല കെട്ടിട്ട് വരുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് മിസ്സായി. ഓ ഗോഡ്, വാട്ട് എ ഡോഗ് നോക്കിയ ലൈഫ്. എന്നാലും എന്റെ ചാണ്ടി, ഒടുവിൽ നീയും കുടുങ്ങിയില്ലേ? എന്ത് കുടുങ്ങിന്ന്? ട്രാപ്പ്. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ്, നാളെ നിന്റെ ഫ്രീഡം ഗോൺ. ഏടിപ്പിക്കില്ലടാ. അപ്പൊ നീ എന്നെ രക്ഷിക്കാൻ കാണൂലേ മുത്തേ? അയ്യോ ഞാനോ? ഞാൻ സേഫ് ആണ് ബ്രോ, കോസ് ഐ എം സിംഗിൾ. അതുകൊണ്ടല്ലേടാ കളപ്പന്നി നിനക്ക് ഇത്ര കോൺഫിഡൻസ്. തീർച്ചയായും എന്റെ ജീവിതത്തിൽ നോ വൈഫ് നോ ഫൈറ്റ്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, നീ സിംഗിൾ അല്ലടാ, നീ അൺവാണ്ടഡാ. വിഷമിപ്പിക്കാണ്ട് പോടാ തെണ്ടി. ഈ ഹൂപ്പ് ബ്രോ എപ്പ ലാറ്റായി? എടാ പീരടാ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേരം വന്നിട്ട്. എന്റെ പൊണ്ണ് സേട്ടന്മാര് എന്നെ നാറ്റിക്കല്ലേ. അല്ല ചാണ്ടി ബ്രോ, ബാച്ചിലേഴ്സ് പാർട്ടി ഒന്നും ഇല്ലേ? ഇന്ന് ഈവനിങ് ഉണ്ടരാ. ഓ മൈ ഗാഡ്, നമ്മൾ പൊളിച്ചടുക്കും. പിന്നെ പൊളിച്ചാ മതി. ഇപ്പം പോയി എന്റെ ബാഗ് ഒന്ന് എടുത്തോണ്ട് വാ. എന്റെ പൊന്നു മോനെ ചാണ്ടി, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, ഇനി നീ ലോകാവസാനമായ പോലും നോ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ അടിയ. അവളെ ചതിച്ചടാ. എടാ അവളെ ചതിച്ചു. എനിക്ക് ഈ പന്നിക്കിപ്പോ എന്താ പറ്റിയേ? എനിക്ക് ടേസ്റ്റ് പറ്റില്ലടാ. 6 വർഷം എങ്ങനെയൊക്കെ അങ്ങ് പോയി. എനിക്കിപ്പോ ടേയ വേണ്ടടാ. എടാ അന്നാ നീ അവളോടൊന്ന് പോയി പറ നിനക്ക് ഇഷ്ടമാന്ന്. പക്ഷേടാ അവള് വേറെ കെട്ടിയൊരു കൊച്ചുണ്ടടാ. അതിന്റെ തന്ത ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എടാ ഇവന് വട്ടായെന്നാ തോന്നുന്നു. എടാ ചാണ്ടി, ഒരു കുപ്പിയും കൂടി എടുക്കാനുണ്ടോ? ഇറങ്ങി പൊയ്ക്കോണം. ഇതിപ്പോ 4ാമത്തെ കുപ്പിയാ. ഓക്കെ ഓക്കെ, ഞാൻ പൊക്കോളാം. ഇതിപ്പോ എന്റെ മുറി ഏതാണാവോ എന്തോ. എടാ ചാണ്ടി, അപ്പഴത്തേക്ക് നീ എന്നോട് ഇറങ്ങി വന്നോ?
എടാ ചാണ്ടി, നീ എപ്പോഴാ ചാന്ദിനിയായേ? ഞാൻ ചാണ്ടിയും ചാന്ദിനിയും ഒന്നുമല്ല, ഞാൻ അന്നയാ. ദൈവമേ, എനിക്ക് കുടിച്ചത് തലയ്ക്ക് പിടിച്ചൊന്നുമല്ലല്ലോ അല്ലേ? ഏതെന്നാ? ചാണ്ടിയുടെ അനിയത്തി അന്ന. ഓ, ചാണ്ടിക്ക് ഈ സുന്ദരി അനിയത്തിയുള്ള കാര്യം കള്ളപ്പന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ബൈ ദ വേ, ഐ എം ഹെൻറി ഹോപ്പാം. അതിന് ഞാൻ ചോദിച്ചോ? മൂഞ്ചി. താനിപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഫുള്ള് ആൽക്കഹോളിന്റെ സ്മെല്ലാ. ടീ അത് ഞാൻ വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ കേട്ടോ. ഇവരെന്തിനാ എന്നെ അങ്ങനെയൊക്കെ വിളിച്ചേ? ഷേട്ടേ, നീ അതൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? അവൻ മൂവോണായി വേറെ പെണ്ണ് കാണും. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടാ ഫെലിക്സെ, മുറുക്കെ പിടിച്ചോണേ, എന്നെ വീഴ്ത്തിയേക്കില്ലേ? ഓ, ഇനി എന്തൊക്കെ കഷ്ടപ്പെടണോ എന്തോ. ദൈവമേ, അവൾ ഉറങ്ങി കാണണേ. ആഹാ, ഉറങ്ങിക്കിടക്കുന്ന കാണാൻ എന്നാ ക്യൂട്ട്. എന്തോ ഒച്ച കേട്ടെ. താനെന്താ ഇവിടെ? ഓക്കെ ഓക്കെ, ഇപ്പൊ കാറില്ല. ഞാനേ വെറുതെ നിന്നെ കാണാൻ കയറിയതാ. ഞാൻ ഇപ്പൊ പോയിക്കോളാം. തനിക്കെന്താ വല്ല വട്ടുണ്ടോ? ഇറങ്ങി പോണ എന്റെ മുറിയിൽ നിന്ന്. എന്റെ പൊന്നിടേ, നീ അത് മാത്രം പറയില്ല. നിന്റെ കാല് വേണം, ഞാൻ പിടിക്കാം. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. ഇവന്റെ അപ്പൻ ആരാണല്ലോ അവന് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇവനെ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. 6 വർഷം നീ ഇല്ലാണ്ട് ജീവിച്ച് നീ മടുത്ത്. വിട്ട് പോലെ കറ്റ കുടിച്ചിട്ട് അവൻ കേറി വന്നേക്കുന്നു. ഇറങ്ങിപ്പോടോ. ഉറങ്ങിയോ? ഉറങ്ങുന്ന കാണാൻ എന്ത് പാവാ. മനസ്സിലിരിപ്പ് വേറെ ഇല്ല. അന്ന് രസ് പറഞ്ഞിരുന്ന ഇതൊക്കെ വേണമായിരുന്നു. ഞാനെന്തോ ഈ റൂമില്? നീ എന്താടാ ടേന്റെ റൂമിൽ ചെയ്തുകൊണ്ടിരുന്നത്? അത് പിന്നെ ഞാൻ റൂം അറിയാമോ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തോ ഇതാ ഞാൻ വരുന്നു. അമ്മ വിളിക്കണേ, ഞാൻ പോട്ടെ കേട്ടോ. മോളെ റുക്കു. ആന്റി, മോള് ബിസി ആയിരുന്നോ? അല്ല ആന്റി, പറഞ്ഞോ. മോളെ, മോൾക്ക് ജോയലിനെ കുറിച്ച് എന്താ അഭിപ്രായം? സാറിനെ കുറിച്ചെന്ന് ചോദിച്ച മോളുടെ പപ്പ എന്നോട് ഒരു ആലോചനയെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താ ആലോചന? മോൾക്ക് എന്റെ മോൻ ജോയലിനെ കിട്ടാൻ സമ്മതമാണ്. ആന്റി, അങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടെന്ന് ആണോ അല്ലയോ? എനിക്ക് ഓക്കെയാണ്. ഇത് കേട്ടാ മതി എനിക്ക്. പക്ഷെ മോളെ, എനിക്കൊരു റിക്വസ്റ്റ്. മോളെ, ഞാൻ ന്യൂജൻ മോമെന്റിലൊക്കെയാ. പക്ഷെ എനിക്ക് ജോയലിന്റെ കല്യാണം പള്ളി വെച്ച് നടത്തണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് മോള് മാമോദീസ മുങ്ങ റെഡിയാണോ? പപ്പയെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആന്റി. എന്നാ ഇനി തൊട്ട് മോളുടെ പുതിയ പേര് ട്രെസാന്നാ. ജോയലെ, നീ എവിടെയായിരുന്നു? ഞാൻ ഫെലിക്സിന്റെ കൂടെ ആയിരുന്നു. അതൊക്കെ വിട്. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായി. ഉടനെ സർഗേന്റെയും ചാണ്ടീന്റെയും കല്യാണത്തിന്റെ കൂടെ നിന്റെയും അവളുടെയും കല്യാണമായിരിക്കും. ഒന്ന് പൊയ്ക്കോ മമ്മി, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇതേ ജോയലെ, നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ നല്ല വിഷം കുടിച്ച് ചാവും. ഇത് നിന്റെ മമ്മിയാ പറയണേ. ഇതെന്ത് ബ്ലാക്ക് മെയിലിങ്ങോ? ഇത് വലിയ ശല്യമായല്ലോ. നാളത്തെ ഇനി ഡ്രസ്സ് എടുക്കാൻ പോണം. പിന്നെ പള്ളിയിലും പോകേണ്ട ആവശ്യമുണ്ട്. പെണ്ണിന്റെ പേര് ഡ്രസ്സാ. ഓ ശരി. എന്റെ പൊന്നു പാപ്പ, പപ്പയ്ക്കെങ്കിലും മമ്മിയോട് പറഞ്ഞൂടെ? ഇത്തവണ നിന്റെ മമ്മി ഭയങ്കര സീരിയസ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ഏതായാലും ഞാൻ നാളത്തെ ഇനി വരുന്നുണ്ട്, അപ്പൊ നോക്കാം. ഡോ മാങ്ങാണ്ടിത്തലയാ, തന്നെ അമ്മ കഴിക്കാൻ വിളിക്കുന്നു. ഇത്ര പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ഞാൻ വന്നേക്കാം. ഇവന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചു? നന്നാവാൻ വിചാരിച്ചാണ്. എന്തായാലും എനിക്കെന്നെ. ഇങ്ങനെയാണോ ലിസ ഒരു ഗസ്റ്റിനോട് പെരുമാറണേ? അവനോട് സോറി പറ. ഇവളാര്, ഹിറ്റ്ലറിന്റെ ഫീമെയിൽ വെർഷനോ? സോറി. എന്തോ കേട്ടില്ലല്ലോ. തെണ്ടി. സോറി ഫെലിക്സ് ചായ. മതി, ഇപ്പൊ പൊയ്ക്കേ. എടോ കോപ്പേ, ഒന്നിങ്ങോട്ട് വന്നേ. പറയൂ അന്ന. ഈ ഫോട്ടോ ഒന്ന് ഇവിടെ ആക്കി തരുമോ? ഓ അതിനെന്താ, കസാര മുറുകി പിടിച്ചോണേ. ഓ ശരി, മുറുക്കി പിടിച്ചോളാം. അന്ന മോളെ. ദാ വരുന്ന ആന്റി. ഞാൻ പറഞ്ഞല്ലേ കൊച്ചെ, മര്യാദക്ക് പിടിക്കാൻ. എന്റെ കാല് പോയി.
അയ്യോ സോറി സോറി, ഞാൻ വേണമെന്നും വെച്ച് ചെയ്തതല്ല. തനിക്ക് വേദനിച്ചോ? ഇല്ല, നല്ല സുഖമായിരുന്നു. ഓ, നിങ്ങൾ രണ്ടും ഇവിടെയായിരുന്നോ? വാ കഴിക്കാം. നീ എന്താണോ ഹോപ്പേ ചട്ടിച്ചട്ടി നടക്കണേ? ഓ, ഒരു വെറൈറ്റിക്ക് നടന്ന. എല്ലാരും എത്തിയില്ലേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ജോയലിന്റെ കല്യാണം ഉറപ്പിച്ചു. ഏതായാലും സർഗേന്റെ അർണോൾഡിന്റെയും കല്യാണം ഈ അടുത്തല്ലേ. അന്ന് തന്നെ ജോയലിന്റെ കല്യാണം നടത്താന്ന് തീരുമാനിച്ചു. ശരിക്കും? ആരാ പെണ്ണ്? ഇന്ന് വേറെ ആരുമല്ല, നമ്മുടെ റുക്കുവാ. അങ്ങനെ അവസാനം അവനും പെട്ട്. നമ്മുടെ പ്ലാൻ ഒക്കെ പോയി. ശരിയാ, നമ്മളിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം ടിയാൻഡി. ജോയൽ, ഇത്തവണ മമ്മി ഫുള്ള് സീരിയസാ. ഇപ്പൊ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ടേക്ക് നിന്നെ മറന്ന് വേറൊരു ജീവിതം തുടങ്ങാമെങ്കിൽ നിനക്കും തുടങ്ങാലോ. പക്ഷെ യു ആർ സ്റ്റിൽ സ്റ്റക്ക് ഓൺ ഹർ. എക്സ്ക്യൂസ് മീ സർ. എനിക്കറിയാം സാറിന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. പക്ഷെ സാറ് ഹോബാൻഡിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് നടന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാണ്ട് മൂവ് ഓൺ ആവണം. സാറ് ടേനെ മറക്കണം. എനിക്ക് വേണ്ടിയല്ല, ഹോബാൻഡിക്ക് വേണ്ടിയെങ്കിലും. ഓക്കെ, എനിക്ക് സമ്മതമാണ്. പക്ഷെ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം മീ ആഫ്റ്റർ മാരേജ്. ഓക്കെ സാർ, എന്നാ ഞാൻ ഹോബാൻഡിയോട് പറയട്ടെ സമ്മതാന്ന്. ഞാൻ എന്തിനു വിഷമിക്കണം? 6 വർഷം മുമ്പ് ഇട്ടേച്ച് പോയതല്ലേ. അവനും ഒരു ലൈഫില്ലേ. മമ്മി എന്തിനാ കരയണേ? അതെനിക്ക് ചെറിയൊരു തലവേദന വന്നതാ. ടിയാൻഡിക്ക് ഞാൻ തല മസാജ് ചെയ്തുതരാം. ഓ, അതിന്റെ ആവശ്യമില്ല ചക്കരെ, അത് തന്നെ പൊയ്ക്കോളും. മക്കള് പോയി കളിച്ചോ കേട്ടോ. മോളിന്ന് ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരുമോ? ആന്റി ഞാനോ? ആ വാന്നേ. ഏതായാലും നിനക്ക് റുക്കുനും ഒരേ സൈസ് അല്ലേ. അവർക്ക് രണ്ടിനും മീറ്റിംഗ് ഉണ്ടത്രേ. ആ ശരി ആന്റി, എന്നാ ഞാൻ വരാം. മോളെ, ഈ ഡ്രസ്സൊന്ന് പോയിട്ടോണ്ട് വന്നേ. ഓ, ഇത് തന്നെ സെലക്ട് ചെയ്ത് മോൾക്ക് പറഞ്ഞു തയ്പ്പിച്ച പോലെ ഉണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട മോതിരം ഒന്ന് മേടിച്ചു കേട്ടോ. എനിക്ക് ഈ സെലക്ഷൻ ഒന്നും അറിഞ്ഞൂടാ. ആന്റി, ഈ റിങ് നല്ലതാ. ഓ, മോളുടെ സെലക്ഷൻസ് എല്ലാം കൊള്ളാലോ. ഇത് തന്നെ മേടിക്കാം. ഇവിടെ ചാണ്ടി, ഞങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ രണ്ടും പോയി നിങ്ങളുടെ ഡ്രസ്സ് എടുത്തോ. ഞങ്ങൾ ആ സെക്ഷനിൽ കാണും. ഡോ ഹോപ്പേ, താ എന്റെ കൂടെ വാ. ലിസ, നീ ഫെലിക്സിന്റെ കൂടെ പോ. ഓ, ഈ മരമാക്രയുടെ കൂടെയോ? ആ ശരി. ഇതൊന്നും മെല്ലെ നടക്കണോ, എന്റെ കാല് വേദനിക്കുന്നു. ഓ സോറി, താൻ വീണ കാര്യം ഞാൻ മറന്നു. ഇവിടെ ഇരിക്കും, ഞാൻ പോയി തനിക്കും കൂടെ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഓ, ഇപ്പോഴെങ്കിലും നല്ല മനസ്സ് തോന്നിയില്ലോ. ഓ, മര്യാദയ്ക്ക് ഈ ഡ്രസ്സും പിടിച്ച് ഇവിടെ നിന്നോണം. ഞാൻ ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് വരാം. താൻ നല്ലതാണെങ്കിൽ മാത്രം മാതർന്നാ മതി. ഞാനാരും നിന്റെ വേലക്കാരനോ? യാ ഓഫ് കോഴ്സ്. ഡോ ഹോപ്പേ, ഇതൊന്ന് ട്രൈ ചെയ്തേ. കുഴപ്പമില്ല, നല്ല സൂട്ട്. അവളുടെ സെലക്ഷൻ ഏതായാലും കൊള്ളാം. ഡോ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമില്ല. കുഴപ്പമില്ല. നീ ഡ്രസ് എന്നാ രസമാണ്. രസവും സാമ്പാറും ഒക്കെയാ, പക്ഷെ നിന്റെ ഈ മോതിക്ക് ചേരത്തില്ല. പോടോ, അത്രയ്ക്ക് ബോറാണോ? ഞാൻ വെറുതെ പറഞ്ഞാണേ. ആ, എല്ലാവരുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നാ വാ പോവാം. എടാ കുരിയാച്ചാ, നീ എന്റെ ഇരട്ട തന്നെയാണോ? അങ്ങ് തടി വെച്ചില്ലടാ. എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ അത്രയൊന്നും തടി വെച്ചിട്ടില്ല. അല്ലടാ കുരിയാച്ചാ, കുപ്പിയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടടാ. ആദ്യം നിങ്ങൾ എന്നെ വീട്ടിലെത്തിക്ക്. എടാ കുരിയാച്ചാ, അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ 2 മക്കളുടെ കല്യാണം ഒരുമിച്ച് കാണാനുള്ള യോഗം കിട്ടി. എന്നാലും എന്റെ ഹോബ അവനെ എന്ത് പറഞ്ഞാണോ സമ്മതിപ്പിച്ചത്. ആഹാ, ഇച്ചാരെത്തിയോ? കുരിയാച്ച, കേറി വായോ. ഇച്ചായ, നിങ്ങൾ ഇറച്ചി മേടിച്ചായിരുന്നോ? ഷോ, ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയല്ലോ. സാരില്ല എന്തി, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. എന്നാ ഞാനും വരുന്നു. എനിക്കും കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എന്നാ ഞാൻ പോയി കാറിന്റെ കീ എടുത്തിട്ട് വരാം. കാറ് വേണ്ട, നമുക്ക് ബൈക്കിൽ പോവാം. എന്തോ, തന്റെ പേരൻസ് ഒക്കെ എവിടെയാ? പേരൻസ് ഒക്കെ അങ്ങ് UK-ലാണ്. താൻ എപ്പോഴെങ്കിലും ഷാപ്പിൽ പോയി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, താൻ പോയിട്ടുണ്ടോ? ആ,
പേരൻസിന്റെ ഡിവോഴ്സിന് മുമ്പ് ഇവിടെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പോയിട്ടുണ്ട്. ഡിവോഴ്സ് ആയപ്പോൾ പിന്നെ എന്നെ അങ്ങ് മുംബൈയിലെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതിൽ പിന്നെ വന്നിട്ടില്ല. നമുക്കിന്ന് പോയാലോ? ഇപ്പോഴോ? ആ പോവാന്നേ, പ്ലീസ്. എന്നാ ശരി. താൻ സിംഗിൾ ആണോ? താനോ? യാ, ഞാനും സിംഗിൾ ബട്ട് റെഡി ടു മിംഗിൾ. നിങ്ങൾ എത്തിയോ? എന്താ ഇത്ര താമസിച്ചേ? ആന്റി, അത് പിന്നെ ഇറച്ചിക്കട ഭയങ്കര തിരക്കായിരുന്നു. മോൾക്ക് വേണ്ടിയിരുന്ന സാധനമൊക്കെ മേടിച്ചോ? കട അടച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല. സിഗരറ്റ് വലിക്കുന്നോ? ചേച്ചിയോട് പറയില്ലേ പ്ലീസ്. ഞാൻ പറയാണ്ടിരിക്കണമെങ്കിൽ താൻ ഞാൻ പറയുന്ന കാര്യം എല്ലാം ചെയ്യണം. അവസരം മുതലെടുക്കുവല്ലേ? ഓ ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? താൻ പോയി എനിക്ക് അൽഫാമും മന്തി മേടിച്ചല്ലോ. ഇപ്പോഴോ? എന്തേ ഇപ്പൊ പറ്റത്തില്ലേ? ഓ പറയല്ലേ, ഞാൻ കൊണ്ടുവരാം. ആരൊക്കെ എന്താ? എനിക്കറിയാം നിനക്ക് ജോലി സാറിനെ ഇഷ്ടമാണെന്ന്. പക്ഷെ എനിക്ക് കല്യാണത്തിനും താല്പര്യമില്ലായിരുന്നു. പേരൻസിന്റെ ഫോഴ്സ് കൊണ്ട് മാത്രം സമ്മതിച്ചത്. പിന്നെ നിനക്കൊരു ലൈഫില്ലേ? ജയിക്കൊക്കെ നിന്നോട് ആ ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ അന്നേ അവ റിപ്ലൈ തരൂലായിരുന്നു. പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ. നിന്റെ ലൈഫ് മൊത്തം ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? പക്ഷെ ഞാൻ ഒരാളെ മനസ്സിൽ വെച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ? നീ ടെൻഷൻ അടിക്കണ്ട. ജയിക്കയുടെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രശ്നമാവൂല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിനക്കും ഒരു നല്ല ഫ്യൂച്ചറില്ലേ? ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പം എല്ലാം ശരിയാവൂലേ? ഞാൻ ഈ ലൈഫ് കൊണ്ട് തന്നെ ഹാപ്പിയാണ്. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇതാ ഓയിൻമെന്റ്. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വേന കുറച്ച് കുറവുണ്ട്. താരമില്ല, താൻ ഈ ഓയിൻമെന്റ് തേക്ക്, ഇല്ലെങ്കിൽ ഞാൻ തേച്ച് തരാം. വാ. കുഴപ്പമില്ല, ഞാൻ തേച്ചോളാം. താൻ അവിടെ ഇരുന്നേ, ഞാൻ തേച്ച് തരാം. അന്നേച്ചി, ഞാൻ ഇന്നലെ ഞാൻ ഒന്നും കണ്ടില്ല. ലിസ, അത് നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ, എന്നെ ആരോ വിളിക്കുന്നു. അവൾ എന്ത് വിചാരിച്ചു കാണും? എല്ലാം താൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? എന്നാലും അന്ന ചേച്ചി ഹോപ്പട്ടിന് എങ്ങനെ സെറ്റായി? അമ്മ, എനിക്കൊരു ഗ്ലാസ് വേണം. ഇതെന്താ കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിന്ന് ആരെങ്കിലും കാണും. കണ്ടോട്ടെ, ഏതായാലും അടുത്ത ആഴ്ച നമ്മുടെ കല്യാണമല്ലേ. എന്നാലും അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഇല്ല, ഞാൻ മാറി നിക്കത്തില്ല. എവിടെ നോക്കിയാലും കപ്പിൾസ്. ഇവർക്ക് എന്നെ ബോധമൊന്നുമില്ലേ? വെറുതെ സിംഗിൾസിനെ ജലസ് അടിപ്പിക്കാൻ. മോനെ ജോയലെ, നീ ഹാപ്പി അല്ലേ? നാളെ നിന്റെ കല്യാണം. ആന്റി, ഞാൻ ഹാപ്പിയാ. ഇനി ടേയുടെ കല്യാണം കൂടെ കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. ടേയ കോളേജിൽ പഠിക്കുമ്പോഴും അവൾക്ക് രണ്ടാമതൊരു അനിയത്തി ഇവ ഉണ്ടാവണേ. അവര് തമ്മിൽ കുറെ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ടേയ അവളെ സ്വന്തം മോളെ പോലെയാ കാണുന്നത്. ഇവ എന്നെ അമ്മാന്ന് വിളിച്ചേക്കാട്ടിൽ കൂടുതൽ ടേയനെ അമ്മാന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നെ ടേയ്ക്കും ഇവ മോൾ അങ്ങനെ വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. ആ പെണ്ണിന് എത്ര ആലോചന കൊണ്ടുവന്നിട്ട് അവള് സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനാ ഞാൻ? സാരില്ല ആന്റി, ഞാൻ അവളോട് സംസാരിച്ചോളാം. ഇല്ലേ, മോൻ തന്നെ ഒരു നല്ല ആലോചന കൊണ്ടുപോകാൻ. മോനെ, നിനക്കറിയാവുന്ന കൊളീഗ്സ് ഒക്കെ കാണൂലേ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ഇവ ടേയുടെ മോളല്ലായിരുന്നു. പക്ഷെ ജോയൽ നീ വെറുതെ അവളെ തെറ്റിദ്ധരിച്ചു. ജെയ്ക്ക് എങ്ങോട്ട് പോവാ? അത് പിന്നെ എനിക്കറിയാം, ടേന്റെ അടുത്തേക്കല്ലേ. ആന്റി പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ഇപ്പൊ അവളോട് സംസാരിക്കുന്നത് നല്ലതല്ല. കാരണം അവൾ ആവശ്യത്തിലേറെ വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ അവള് മൂവ് ഓൺ ആയി. വീണ്ടും ഓർമ്മിപ്പിക്കണ്ട. ലിസ, നീ ആ ബൊക്കെ എടുത്തോ മോളെ? അമ്മ, അന്നേച്ചി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്തിയേ ഇവനെ ഒരുക്കുവാ മമ്മ. ഇതാ ചാണ്ടി, ഇതാ ഈ കോട്ടിട, ഇതാ നല്ലത്. അമ്മ ഇന്ന് ഞാൻ ഇവൻ മാച്ചിങ് ഡ്രസ് ആണല്ലോ. അമ്മ ഞാൻ ഇവ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുക? മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് അവന്റെ കല്യാണം. ഈ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോഴേ നിന്നെ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. അപ്പൊ എന്നെ ഇവനെ കൊണ്ട് കെട്ടിക്കുവോ? മോനെ, ഇവ നിന്നെക്കാട്ടിലും മൂത്തതല്ലേ. ഞാനില്ല, ഞാൻ ഇവനെ കെട്ടത്തുള്ളൂ. മകനെ അർണോൾഡ്, ദൈവത്തിന്റെയും ഈ വിശ്വാസ സമൂഹത്തിന്റെയും സാക്ഷ്യത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന സർഗയെ നിന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? അതെ, സമ്മതമാണ്. മകളെ, ദൈവത്തിന്റെയും ഈ വിശ്വാസ സമൂഹത്തിന്റെയും സാക്ഷ്യത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന അർണോൾഡിനെ നിന്റെ നിയമാനുസാര ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അതെ, സമ്മതമാണ്. മകനെ ജോയലെ, ഈ ദൈവത്തിന്റെയും ഈ വിശ്വാസ സമൂഹത്തിന്റെയും സാക്ഷ്യത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ട്രെസയെ നിന്റെ നിയമാനുസാര ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അതെ, സമ്മതമാണ്. മകളെ, ദൈവത്തിന്റെയും ഈ വിശ്വാസ സമൂഹത്തിന്റെയും സാക്ഷ്യത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ജോയലിനെ നിന്റെ നിയമാനുസാര ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? അതെ, സമ്മതമാണ്. മകനെ ജോയലെ, ഇനി നിന്റെ വധുവിന്റെ മുഖം കാണാം. നിന്റെ ആഗ്രഹം നടന്നു. ഒരു പെൺകുട്ടി വിവാഹ ദിവസം ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന എല്ലാരും പറയണേ, ഞാൻ മാത്രം ഒരു ചിരി പോലും അഭിനയിക്കേണ്ട വന്നു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നിന്നെ ഞാൻ തന്നെ കെട്ടേണ്ട വന്നില്ലേ? നാണമില്ലേടി നിനക്ക്, കിടക്കുന്ന ഒരുത്തൻ്റെ കൂടെ കെട്ടുന്ന ഒരുത്തന്. നിർത്തിക്കോ ജോയിലെ, നീ എന്റെ ക്യാരക്ടറിനെ കുറിച്ചാ പറയണേ. നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിലും ഞാൻ ഉള്ള സത്യമല്ലേ പറയണേ. എനിക്കറിയാം റുക്കോ ആരുടെയും കൂടെ ഒളിച്ചോടി പോയതല്ലെന്ന്. നീ തന്നെ പ്ലാൻ ചെയ്ത് അവിടെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കും. നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ പോലെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ആരെയും വഞ്ചിച്ചിട്ടില്ല. നിന്നെ ഈ സ്വഭാവം വെച്ച് ആരെങ്കിലും സ്നേഹിക്കാൻ നിൽക്കോ? തൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. എനിവേസ്, നീ ഒരു സ്ലട്ടല്ലേ. ഞാൻ ഇന്ന് ഭയങ്കര ടയർഡാ. സോ മേക്ക് മീ ഫീൽ റിലാക്സ്ഡ്. ഛീ, നിർത്തടോ. താൻ എന്താ വിചാരിച്ച ഞാൻ താൻ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നു? ശരി, ഞാൻ തന്നെ എടുത്തോളാം. ജോയിൽ, എന്നെ വിട്. നീ ഇത്രയൊക്കെ ചീപ്പായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ചേക്കെ. എന്റെ ജീവിതം മാത്രമല്ല ഇങ്ങനെ. ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ചേക്കെ? I'll never forgive you. കിടക്കുന്നുണ്ടല്ലോ, ഒരു മാറ്റമില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. ഡോ, താൻ ഫ്രീ ആണോ? അതെ, എന്താ ഹോപ്പേ? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. അതിനെന്താ, വാ ഇരിക്കും. ഞാനും ബോറടിച്ചിരിക്കുമായിരുന്നു. അത് പിന്നെ ഞാൻ നാളത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോകും. എന്താ ഇത്ര പെട്ടെന്ന് പോണേ? എനിക്കവിടെ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ പോകണം. താൻ ഇപ്പൊ പോയാ പിന്നെ നാട്ടിലേക്ക് എപ്പോഴാ തിരിച്ചു വരിക? നാട്ടിലേക്ക് ഇനി എപ്പോ വരുമെന്ന് അറിഞ്ഞൂടാ. നീ എന്നെ വല്ലതും മറന്നാലോ?
തന്നെ മറക്കാൻ പറ്റുമോ? താനിനി മുംബൈയിലേക്ക് എപ്പോഴാ പോണേ? ഓ, ഞാൻ ഇനി മുംബൈയിലേക്കില്ല, ഞാൻ ഇനി ഇവിടെ തന്നെ നിൽക്കും. എന്നാ ശരി, എനിക്ക് കുറച്ച് പാക്കിങ് ചെയ്യാനുണ്ട്. താൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആ പിന്നെ താൻ എത്ര മണിക്കാണ് നാളെ പോണേ? രാവിലത്തെ 5-ന്റെ ഫ്ലൈറ്റിനാ. തന്നെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തോളാം. ഗുഡ് നൈറ്റ്. അതിനെന്താ എന്റെ ചക്കര, വാ മക്കൾ ഇവിടെ കിടന്നോട്ടോ, അമ്മ ഒരു കോള് വിളിച്ചിട്ട് വരാവേ. ഞാൻ നിന്നെ എത്ര പേരെടുക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നോട് അടുത്തോണ്ടിരിക്കുന്നു. ബൈ, ടേക്ക് കെയർ, ഐ വിൽ മിസ് യു. I will miss you too. Take care. ഫ്ലൈറ്റ് ലേറ്റ് ആവും, താൻ പൊയ്ക്കോ. Bye. അമ്മോനെ ടേമോട് എഴുന്നേറ്റോ, അവളോട് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ പറ. അവള് കുറച്ച് ടയർഡാ, ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. ജോയലെ, എനിക്കറിയാം ഈ കല്യാണം ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതാണ്. പക്ഷെ ഈ കാരണം കൊണ്ട് നീ ടേനെ വെറുക്കില്ലേ, അവളുടെ ഒരു തെറ്റുമില്ല. നീ റുക്കുനെ കണ്ടായിരുന്നോ? ഇല്ല, ഡ്രസ്സിംഗ് റൂമിലില്ലേ? അമ്മ റുക്കുനെ എവിടെയും കാണുന്നില്ല. ഇതേ ഒരു ലെറ്റർ കിട്ടി. ഓ ആന്റി, എന്നോട് ക്ഷമിക്കണം, എനിക്കിതല്ലാണ്ട് വേറെ വഴിയില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പക്ഷേ പപ്പയ്ക്ക് ഞാൻ അയാളെ കാട്ടുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്കിപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ആരും വരല്ലേ, എന്നോട് ക്ഷമിക്കണം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതെന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? റെഡിയാവുന്നില്ലേ? മിനിയെ, ടേന്റെ പള്ളിയിലത്തെ പേര് ഡ്രസ്സാന്നല്ലേ? നീ ഒന്ന് സമ്മതിച്ച. എനിക്കൊരു കുഴപ്പമില്ല, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മര്യാദയല്ലേ. മോളെ ടേ ആയപ്പോ നീ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ആന്റി, ഞാൻ എങ്ങനെ വേണം? ഞാൻ മോളുടെ കാല് പിടിക്കും. ഞങ്ങളുടെ ഒറ്റ മോനെ ജോലി. ഇപ്പൊ ഈ കല്യാണം നടന്നില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് ഞങ്ങളുടെ മര്യാദയുടെ പ്രശ്നം. മോൾ ഒന്ന് സമ്മതിക്കണം പ്ലീസ്. ഓക്കെ, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ മുന്നോട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ ആരും അപ്പൊ നിർബന്ധിക്കരുത്. ശരി മോളെ, നീ ഇപ്പൊ സമ്മതിച്ചല്ലോ, അത് മതി. ഞങ്ങളെല്ലാം അവളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവളെ ഈ കല്യാണത്തിന് സമ്മതിച്ചു. മോൻ അവളെ വേദനിപ്പിക്കില്ല. അവൾ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം കൊടുക്കുക. ശരി അമ്മ, എന്നാ ഞാൻ ഇറങ്ങുമോ? പ്ലീസ് ഗോഡ്, എന്ത് തന്നെ ആവണായിരുന്നു. മോളെ എഴുന്നേറ്റോ, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആന്റി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആന്റിന്നോ? മോളെന്നെ അമ്മാന്ന് വിളിച്ചാ മതി. മോൾക്ക് എന്നെ വയ്യ, എന്ത് പറ്റി? അതൊന്നുമില്ല അമ്മ, എന്തോ ഉണ്ട്. അത് പിന്നെ ചെറുതായിട്ടൊരു വയറുവേദന. പീരിയഡ്സ് ആണോ? എന്നാ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ മോക്ക് കുറച്ച് ചോക്ലേറ്റ് ഓർഡർ ചെയ്യാം. പാഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ പാഡൊക്കെ ഉണ്ടമ്മ. ടീമമ്മ ഇപ്പൊ ജോലമ്മയുടെ വീട്ടിലല്ലേ മോളെ, നമുക്ക് ഈവനിങ് പോവാട്ടോ. ആളെത്തി കാണുമോ എന്തോ, ഒരു മെസ്സേജ് ഇട്ടേക്കാം. ഗേൾഫ്രണ്ട് മറ്റാണോ? സിംഗിൾ ആണല്ലോ. സിംഗിൾ ആണെന്ന് വെറുതെ പറഞ്ഞാണല്ലോ. ഇല്ല, വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട. എന്താ ചാണ്ടി കാണണെന്ന് പറഞ്ഞ? ഇതൊക്കെ ഉണ്ട് മോനെ. എന്നോട് ടേനെ കൂടിക്കൊണ്ട് വരാനല്ല പറഞ്ഞു. എന്ത് ചെയ്യും? അവള് ഭയങ്കര ടയർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ വന്നു. മാത്യു അങ്കിളുടെ കമ്പനി കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഓക്കെ, ഐ വിൽ ജോയിൻ ദ മീറ്റിംഗ് ഇൻ ആൻ അവർ. നീ എത്തിയോ? രാവിലെ പോയ ആളാ. വാ, ചായ കുടിക്കും. ഇല്ല അമ്മ, ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഈ വേദന മാറണില്ലല്ലോ. ഫയൽസ് ഇവിടെ തന്നെ വെച്ചാണല്ലോ, അതെവിടെ പോയി? താനെന്താ തപ്പണേ? നീയാണോ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയേ? വെറുതെ ഇരുന്നപ്പോ ഞാൻ ക്ലീൻ ആക്കിയ. തന്നോട് ആരും എന്റെ സാധനമൊക്കെ തൊടാൻ പറഞ്ഞേ? താൻ ഇവിടെ ഇരുന്ന ഫയൽസ് എവിടെ വെച്ച്? ഫയലോ? ഓ, തനിക്ക് മറ്റുള്ളവരുടെ തിങ്സ് എടുക്കുമ്പോൾ ചോദിക്കാണെന്നുള്ളൊരു കോമൺ സെൻസ് ഇല്ലല്ലോ.
പോയി എന്റെ അമ്മയ്ക്ക് നിന്നെ എന്റെ തലയിൽ കെട്ടി വെക്കാൻ തോന്നില്ലോ. എന്റെ 3 കോടിന്റെ പ്രോജക്റ്റിന്റെ ഫയലായി കാണാൻ ഞാൻ. ജോയൽ, ഞാൻ പറയുന്നതായിരുന്നു, ഞാൻ ഒരു ഫയലും എടുത്തിട്ടില്ല. നീ അല്ലാണ്ട് ഈ റൂമിൽ ആര് വരാനാ? ഇതാരാ വിളിക്കണേ? ഓ, കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ മറ്റൊരുമായിട്ട് കണക്ഷൻ ആയിരിക്കില്ലേ? നിർത്തിച്ചേക്ക്, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കില്ല. അരുൺ എന്റെ കമ്പനിയുടെ സിഇഒയാ. ഓ, ഇപ്പൊ സിഒസുമായിട്ടായിരിക്കും ഉള്ള കണക്ഷൻസ്. നിർത്ത്. ഇല്ലടി, ഞാൻ പറയാം, എന്റെ സ്വഭാവം അതല്ലേ. ഉൾപ്പില്ലേ നിനക്കൊക്കെ? നിർത്തടാ. എല്ലാരും വന്നിട്ടുണ്ട്, നീ താഴോട്ട് വയ്ക്കേ. ഇനി ഇവിടെ നിൽക്കുന്നു. ജോലി, നീ കാര്യം അറിയാണ്ട് അവളെ ബ്ലെയിം ചെയ്തത് മതി. യു വിൽ റിഗ്രറ്റ്. എനിക്ക് അവളെ ഇനി വിഷമിക്കുന്ന കാണാൻ വയ്യാത്തോണ്ടാ. നീ എൻ്റെ കൂടെ വാ. മക്കൾ എങ്ങോട്ട് പോവാ? ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായി. ചേവാ, വണ്ടി എടുക്കും. റുക്കുനെ കെട്ടിയിട്ടേക്കണേ. ജോയലെ, നീ ഇപ്പൊ കാണുന്ന ഒരു കിഡ്നാപ്പിംഗ് അല്ല. വർഷങ്ങളായി നിന്റെ ജീവിതത്തെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സത്യത്തെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതാ. നിനക്കറിയോ, റുക്കു നിന്നെ സ്നേഹിച്ചിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് നിന്റെ പണവും നിന്റെ ജീവിതവും നിന്റെ പേരും. നീ അവളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഓരോ രൂപയും പാവങ്ങൾക്ക് എത്തുമെന്ന് കരുതി ഓരോ സഹായവും പീറ്ററിന്റെ റുക്കുവിന്റെ കയ്യിലേക്കായിരുന്നു പോയിരുന്നത്. നിനക്ക് എന്തോ സംശയം തോന്നിയപ്പോൾ നീ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് പീറ്ററിനെ കിട്ടിയത്. ആദ്യം അവനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഒടുവിലെല്ലാം തുറന്നു പറഞ്ഞു. ഈ കളിയുടെ മാസ്റ്റർ മൈൻഡ് റുക്കുവാണ്. റോസ് എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് നിനക്കറിയോ? റോസ് നിന്നോട് കുറച്ചുകൂടി അടുത്തു. അത് റുക്കുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അസൂയ അവളെ ഒരു കൊലക്കാരിയാക്കി. റോസിന്റെ മരണത്തിന് പിന്നെ മറ്റൊരാളും അല്ലെങ്കിൽ റുക്കു തന്നെയാണ്. അതുകൊണ്ടൊന്നും തീർന്നില്ല ജോയലെ. നിന്റെ ഓരോ ചൂടും ഓരോ യാത്രയും ഓരോ തീരുമാനവും അവൾ നിരീക്ഷിച്ചു. നീയും ടേയെ ഒരുമിച്ച് അവൾക്ക് നിന്നെ ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ടേയെക്കുറിച്ച് നിന്റെ മനസ്സിൽ വിഷം നിറച്ചത്. നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചത്, ഓരോ തെറ്റിദ്ധാരണയും മനഃപൂർവ്വം സൃഷ്ടിച്ചത്. നീ ടേയെ വെറുക്കാൻ തുടങ്ങിയ ഓരോ ദിവസവും റുക്കു നിന്റെ ജീവിതത്തിലേക്ക് ഒരു പടി കൂടി കയറി. ബാക്കി ഇവിടെ തന്നെ പറയട്ടെ. എല്ലാ സത്യം അറിഞ്ഞില്ലേ? ഇനി ഞാൻ എന്ത് മറച്ചു വെക്കാനാ? അതെ, ഐ ലവ്ഡ് യുവർ പൊസിഷൻ, മണി, നെയിം, എവറിഥിങ്. ഐ വാസ് ലിറ്ററലി ഒബ്സസ്ഡ് വിത്ത് യു. നീ വിചാരിക്കുന്നത് നമ്മൾ മീറ്റ് ചെയ്ത കോളേജിൽ നിന്ന്. പക്ഷെ ഐ ജോയിൻ ദിസ് കോളേജ് ബിക്കോസ് ഓഫ് യു. നിന്നോട് അടുക്കുന്ന ഓരോ ഗേൾസിനെയും ഞാനങ്ങനെ ഇല്ലാണ്ടാക്കി. പിന്നെ ടേയ, അവളായിരുന്നു ഞാൻ ആദ്യം തീർക്കണ്ടേ. പക്ഷെ അന്ന് അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മാത്രം അവളെ ഞാൻ വെറുതെ വിട്ടത്. പക്ഷെ അവൾ തന്നെ എൻ്റെ പ്ലാനിന് തടസ്സമാവും ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ആ ലെറ്റർ. റുക്കു, എനിക്ക് നേരിട്ട് പറയാനൊരു പേടി പോലെ. അന്ന് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഫീലിങ്സ് ഒക്കെ ഒരു ലെറ്ററിൽ എഴുതി അവന് കൊടുക്ക്. അത് നല്ല ഐഡിയ. എന്നാൽ ഞാൻ ഒരു ലെറ്റർ എഴുതാം. സർഗ, എനിക്കിന്ന് കോളേജിൽ പോകണം. ജോയൽ വന്നില്ലേ? ഈ ലെറ്റർ ഒന്ന് അവന് കൊടുത്തേക്കെ. ഓ, അതിനെന്താ, ഞാൻ കൊടുക്കാലോ. സർഗ, ടേ എന്തിയേ? ടേക്ക് ഇന്ന് വർക്കുണ്ട് കോളേജിൽ, അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയി. ഓ, പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. നിന്നെ ചാണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ആ തക്ക നോക്കി ഞാൻ ആ ലെറ്റർ അങ്ങ് മാറ്റി. ഫോൺ എടുക്കാത്തപ്പോ ഞാൻ ഓർത്ത് ഇഗ്നോർ ചെയ്യുമെന്ന്. ഈ സർപ്രൈസ് നേരുന്നതാണ്. സർപ്രൈസ്. താനെന്താ എവിടെ? അത് പിന്നെ ജെ.കെ, ഫാമിലി കാനഡയില. ഗ്രാൻഡ്മയ്ക്ക് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ്. സോ പെട്ടെന്ന് പോകണമെന്ന്. അങ്ങനെ ഞാൻ ആരോടും പറയാനില്ല. ഇല്ല, ഐസിയുലായിരുന്നു. ഇപ്പൊ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെന്താ കയ്യിലൊരു ലെറ്ററൊക്കെ? ഓ, അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന. ഓ, എന്നാ ജോയൽ അത് വായിച്ചു. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി സംഭവിച്ചതിനെ കുറിച്ച് നീ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിലൊരു കുറ്റബോധമില്ല. നിനക്കത് പ്രണയമായിരിക്കാം, പക്ഷെ എനിക്കത് ദൗർബല്യം മാത്രമായിരുന്നു. ഒരൊറ്റ രാത്രിയിൽ സംഭവിച്ചതിന് ജീവിതകാലം മുഴുവൻ ചുമക്കാൻ ഞാൻ അത്രയും മണ്ടിയല്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കത്തുമില്ല. നിന്റെ വിശ്വാസം നേടാൻ ഞാൻ അഭിനയിച്ചു. നിന്റെ അടുത്ത് നിന്ന സ്നേഹം കൊണ്ടൊന്നുമല്ല. എനിക്ക് വേണ്ടത് നേടാനായിരുന്നു. ഇനി എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ല. നിന്റെ പ്രിയപ്പെട്ട ടേയ. സഖ, ഇത് ടേയ തന്ന ലെറ്റർ തന്നെയാണോ? അതെ, ടേയ തന്ന തന്നെ. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അപ്പൊ അവളെന്നെ ഇത്ര നാളും ചീറ്റ് ചെയ്യുമായിരുന്നു. ടേ അങ്ങനെ ചെയ്യും. പക്ഷെ ആ ലെറ്റർ എന്ത് പറ്റി ജോയൽ? മുഖം വാടിയിരിക്കണേ. ഒന്നുമില്ല.
Are you okay? Do you need anything? No, I'm okay. അങ്ങനെ അവൻ തകർന്നുകൊണ്ടിരിക്കുന്ന അവസരം മുതലാക്കി ഞാൻ അവനോട് അടുത്ത് അവന്റെ ഓഫീസിൽ തന്നെ ജോയിൻ ആയി. പപ്പയെ കൊണ്ട് തക്ക സമയം നോക്കി ഫോം വിളിപ്പിച്ച് കല്യാണ കാര്യം പറയിപ്പിച്ചു. നിർത്ത. വിഷ്ണു, ക്ലോസ് ഹർ മൗത്ത്. ചാണ്ടി, ഞാൻ ഈ കേൾക്കണമൊക്കെ സത്യമാണോ? എടാ എൻ്റെ ടേയ, എടാ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചടാ. ഞാൻ ഇതൊന്നും അറിയാണ്ട് എൻ്റെ ടേ, എനിക്കെൻ്റെ ടേ വേണം. ടേയ, ടേയെ തപ്പണ്ട. ഇവമോള് ഭാഷ ഒഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോവാ. നിക്ക്, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവളെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. ഇന്ന് അവൾക്ക് രാവിലെ തൊട്ട് വയറുവേദനയായിരുന്നു. പിന്നെ ആ ഫയൽസ് ഒക്കെ ഞാനാ എടുത്തോണ്ട് ഓഫീസ് റൂമിൽ വെച്ച്. എന്ത് ക്രൂരന. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കിയില്ലേ? ഇപ്പൊ നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? മാത്സോ? അറിഞ്ഞൂടാ. നോ പ്രോബ്ലം, ഐ ആം ആൻ എക്സ്പെർട്ട് അറ്റ് മാത്സ്. ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ജോയിൽ പന്നി സമ്മതിക്കൂല. ഹലോ, എന്തുവാ? എടാ ചാണ്ടി, മുത്തേ, ഒന്ന് ഹാളിന്റെ വാതിൽ തുറക്കടാ. ഇപ്പോഴോ? എനിക്ക് എന്റെ ടേനെ കാണണം. നീ വാതിൽ തുറന്നു തന്നാൽ മാത്രം മതി. ഞാൻ ഇനി മേലെ ഡിസ്റ്റർബ് ചെയ്യില്ല. പൂച്ചക്കുഞ്ഞെ, വെയിറ്റ് ഫോർ മീ. ഞാൻ ഇപ്പൊ വരാം. ആ, നീ എത്തിയോ? അങ്ങോട്ട് മാറി നിൽക്ക്. നന്ദിയില്ലാത്തവൻ, ഒരു ടാങ്കി പോലും പറഞ്ഞില്ല. ഉറങ്ങിയോ? സാരില്ല, ഞാൻ നാളെ സംസാരിക്കാം. ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വന്നോ? സോറി. എനിക്കറിയാം, ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തതെന്ന്. ഇനി ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ഐ എം റിയലി സോറി ടീ. എനിക്കിനി നീ ഇല്ലാണ്ട് പറ്റില്ല. എന്നെ ഒത്തിരി വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ താനൊരു സോറി ചോദിച്ചപ്പോൾ ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും ചെയ്യും. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ടീയാ. ഓക്കെ, എന്നാൽ ഞാൻ ഒരു 1 വീക്ക് സമയം തരാം. തൻ്റെ ബിഹേവിയർ വല്ലതും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരത്തില്ല. ഇല്ലാത്ത നന്നായിന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, അത് മതി. പിന്നെ തനിക്ക് വയറുവേദനയാന്ന് അമ്മ പറഞ്ഞു. ഇപ്പൊ കുറവുണ്ടോ? കുഴപ്പമില്ല. ഡോ ഫെലിക്സ്, എന്നെ ഒന്ന് കോളേജ് വരെ കൊണ്ടുവിടുമോ? ഓ, എനിക്കൊന്നും വയ്യ. ചാണ്ടിയോട് പറ. താനിപ്പോ എന്നെ കൊണ്ടുവിടാൻ വന്നില്ല. ആ സീക്രട്ടിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് പറയും. ഓ വേണ്ട, ഞാൻ വരാം. ജോലി മോൻ എപ്പോഴാ വന്നേ? ആന്റി, അതിലെ ടേ എന്നെ വിളിച്ച് മിസ് ചെയ്യുന്നു പറഞ്ഞപ്പോ ഞാനിപ്പോ പറഞ്ഞു. എന്നാ മോൻ വന്ന് കഴിക്കേ. വൈകുന്നേരം കൂട്ടാൻ വരണേ. ഓ ശരി, വരാവേ. എന്താടി ലിസ, ഇന്ന് ബസ് സ്റ്റോപ്പിലൊന്നും കണ്ടില്ലല്ലോ. എന്തേ, ഇന്നലെ നടന്നുകൊണ്ട് പേടിച്ചു പോയോ? ഇന്നലെ ഞാൻ നിന്നോട് ഇഷ്ടമാണ് നമുക്ക് നിനക്ക് ജാടയല്ലേ? ഇന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. വഴി മാറി, എനിക്ക് പോണം. നിനക്ക് ഇടാൻ പറ്റുമോ എന്നെ ലീസ? പക്ഷേ കൈയെടുക്കടാ. നീ ഏതവനാടാ? നീ ആരുടെ അടുത്താ ഭീഷണിപ്പെടുത്തുന്നതെന്ന് നിനക്കറിയോ? നീ ആരാണെങ്കിൽ എനിക്കില്ല. നീ ഒരു തെറ്റി, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം തന്നു. കേസ് ക്ലോസ്ഡ്. അങ്ങനെ ഒന്ന് പോയാലോ? നീ ആരാ? ഇവിടെ സെറ്റപ്പാ. ലീസ, പിന്നെ അവനെന്നാ ചെയ്ത? ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ റിജക്ട് ചെയ്തപ്പോൾ എന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് കിസ് ചെയ്യാനും ഒരെണ്ണം കൊടുത്തു. ഒരു കുട്ടിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ അവളെ ഫോഴ്സ് ചെയ്യുന്നതാണ് അണക്കം. ഇനി അവൻ നിന്റെ അടുത്തോട്ട് പോലും വരത്തില്ല. താങ്ക്സ്. ഓ, അതിന്റെ ഒക്കെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്ത്? ഓ, ആരടിയത്? എന്നാ ലുക്ക് അടിക്കണം, നല്ല മാസ് ഫൈറ്റും. അതെന്റെ ബോയ് ഫ്രണ്ടാ. ശരിക്കും യു സോ ലക്കി. ഇതാരാ എനിക്ക് അയച്ചേ?
such a tiring day. ഇതെന്തൊരു ബുക്ക്? I'm really sorry dear. ഞാൻ നിന്നെ ഒത്തിരി ഔട്ട് ചെയ്തു. നീ ഒരു എസ് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ ഞാൻ അമ്മ ഇനി ഇറങ്ങുവാണേ, ഇച്ചാൻ വന്നു. നോക്കിയത് മതി, വണ്ടി എടുക്ക്. അടുത്ത സുന്ദരമായ ഭാര്യ ഇരിക്കുന്നു നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? തനിക്ക് വിശക്കണില്ലേ? എനിക്ക് വിശക്കണില്ല, എന്തായാലും ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും മതി. Can I have a Coke and a strawberry milkshake, please? അപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരോ പറഞ്ഞു, ആരോ പറഞ്ഞു. Dear, I truly love you. Will you be mine? I'm already yours, Mr. Jayalgari. Thank God you forgave me. അപ്പൊ എങ്ങനെ നമുക്ക് കാനഡയ്ക്ക് പോവല്ലേ? ആന്റി, ഞങ്ങള് പോയിട്ട് വരാട്ടോ. മമ്മ ഇനി എപ്പോഴാ തിരിച്ചു വരിക? എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ, മമ്മ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു തരാവേ. ജോയിലെ വാ, ഇറങ്ങാം, ലേറ്റായി. സോറി ഗൈസ്, എനിക്ക് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. അതൊന്നും സാരില്ലടാ, ജാക്സൺ വന്നായിരുന്നു. ജോയല് പറഞ്ഞു നിനക്ക് വർക്കുണ്ടെന്ന്. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഹോബാമ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് റൂമിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണ്ടേ എൻ്റെ ഹോപ്പേ? അന്നെയോ? നിനക്ക് എന്റെ സ്വപ്നത്തിൽ വന്നത് പോരെ? ഇനി ഞാൻ ഇപ്പൊ നിന്നെ പകലും കാണാൻ തുടങ്ങിയെന്നാ തോന്നുന്നു. ഞാൻ വല്ല ഡോക്ടറിനെയും കാണണം ഇപ്പൊ. എന്നാലേ ഇത് സ്വപ്നമല്ല. സ്വപ്നമല്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ വിശ്വാസായോ? ഐ ലവ് യു ഹോപ്പേ. I love you too, Anna.